സാർ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ CJPയുടെ പ്രതിഷേധം ഡൽഹിയിൽ ഘോഷമായിട്ട് അത് ഒരു ഒരു വൻ പ്രതിഷേധം തന്നെ CJPയുടെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ മലയാളികളും പോകുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറേ പേരും ഉണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് ഈ ഒരു നീറ്റ് ക്രമക്കേടിൻ്റെ പ്രതിഷേധമാണോ ഇത്, അതോ ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നത്തിനുള്ള സൊല്യൂഷന് വേണ്ടിയാണോ? ഒന്ന് നീറ്റ് ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ CBSE എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഒരു പാനിക് വേവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി അഡോളസൻസ് ആയിട്ടുള്ള പിള്ളേരുടെ ഇടയിൽ, മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ ഇടയിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ മിഡിൽ ക്ലാസും ഈ പറയുന്ന അഡോളസൻ്റ് ആയിട്ടുള്ള പിള്ളേരുമാണ് മോഡിയുടെ ഏറ്റവും വലിയ ബാക്കിംഗ് എന്ന് പറയാവുന്നത്. അവരുടെ ഇടയിലാണ് ഈ ഇപ്പോൾ ഒരു ആശങ്ക വന്നിരിക്കുന്നത്. ഇങ്ങനെ ആശങ്ക ഇതിൻ്റെ മുമ്പ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ രീതി നമ്മൾ കേട്ടിട്ടില്ല. അതായത് ഈ സിസ്റ്റമല്ല, അതായത് UPSC ആണെങ്കിലും ഇപ്പം CBSE ആണെങ്കിലും ICSE ആണെങ്കിലും NS എക്സാമിനേഷൻ ആണെങ്കിലും ഇതെല്ലാം തന്നെ കുറ്റമറ്റ രീതിയിലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ട് വരുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു വൈഡ്ലി അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരു വലിയ ആശങ്കയുടെ തലത്തിലേക്ക് മാറുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഈ ആശങ്കയൊന്നും ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അതിന് പറ്റിയൊരു പ്രതിപക്ഷവും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുത്തിത്തിരിവ് പാർട്ടികളൊക്കെ ഏതാണ്ട് മോഡി ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് CJP എന്നൊരു സാധനം അമേരിക്കയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തു നിന്നതുപോലെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരികയും അതിന് പല ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് മോഡി നേരിടുന്ന ഒരു ഭീഷണി തന്നെയാണ്. കാരണം മോഡിക്കെതിരെ കുറ്റം പറയാനൊന്നുമില്ല, അകപ്പെടേണ്ട ഈ ഒരു വിഷയമാണ്. പക്ഷെ ഇത് വളരെ മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞത് വ്യാപം കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മധ്യപ്രദേശ് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. എക്സാം നടത്താൻ സെപ്പറേറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചെടുത്തു, ഗവൺമെൻറ് ജോലികളില്ലാതായി, കോർപ്പറേറ്റ് പിന്നെ ഇപ്പോൾ കോൺട്രാക്ട് ജോലികൾ മാത്രമായി. അവിടെ ഈ അഴിമതി നടന്നപ്പോൾ അതിൻ്റെ സാക്ഷികൾ ഓരോരുത്തരായി കൊല ചെയ്യപ്പെട്ടു. അത് കാര്യമായിട്ട് നമുക്ക് അന്വേഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. പ്രതികളെ ശിക്ഷിക്കപ്പെട്ടെന്നെങ്കിൽ പോലും തോന്നുമെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിലൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അതവിടെ BJPക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യുകയും ഗവൺമെൻറ് ജോബിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക. പക്ഷെ തന്ത്രപ്രധാനമായ മേഖല അത് ജനങ്ങളുടെ വിശ്വാസം സിസ്റ്റത്തിൽ നിലനിർത്തുന്നതാണ്. അതുതന്നെ PSC UPSC ഇങ്ങനെയുള്ള എക്സാമിനേഷൻ അത് ഗവൺമെൻറ്റിന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് പ്രൈവറ്റ് ഏജൻസികളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് കൈവിട്ട് പോകും. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ JEE ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, 20 മാർക്ക് തരാം, 20 രൂപ തരും. അപ്പോൾ അവർക്ക് 20,000 രൂപ കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര പെട്ടെന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാഡം AI ഞങ്ങൾ പഠിപ്പിക്കാം, എന്നിട്ട് അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല, കാരണം അവർ കുറച്ച് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളാണ്. അപ്പം എന്നിട്ട് ഞാൻ കേട്ടെടുത്ത് അവരെന്നോട് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നത് ഈ പാൻ കാർഡ് ഉപയോഗിച്ചിട്ടല്ല. ഇത് ഇന്ത്യയിലെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവർക്ക് ഈ ഓഫർ വെച്ചത്. അപ്പോൾ ആലോചിച്ചു അതിൽ എന്തോ ഒരു പ്രോബ്ലം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഉടായ്പകൾ എന്തൊക്കെ ചെയ്യും. ഇങ്ങനൊരു പ്രോബ്ലം കിടക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു വീഴ്ച അത് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കി അത് തിരുത്തുകയും ചെയ്യുക, ശക്തമായ മാതൃകാപരമായ നടപടിയെടുക്കുക, അത്രേ ഉള്ളൂ. അത് മോഡിക്ക് പറ്റിയൊരു കാര്യം. ഈ PR വാക്ക് പോസിറ്റീവ് മാത്രം PR വാക്ക് ചെയ്ത സമയത്ത് നെഗറ്റീവ്സും ഒരു PR വാക്ക് ചെയ്യണം. ഞങ്ങൾ ഇത്ര നടപടി എടുത്തു എന്ന രീതിയിൽ തന്നെ അത് ഇപ്പോൾ മോഡിയുടെ അണ്ടറിലുള്ള മീഡിയനെ ഉപയോഗപ്പെടുത്തി അത് വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇത് ഇനി ആവർത്തിക്കപ്പെടുമെന്ന് പേടി മിഡിൽ ക്ലാസ്സിനുണ്ട്. അതിപ്പം അങ്ങേരെ RSS ആളുകൾ അവർ കുട്ടികളെ ഭാവിയാണ്. കാരണം RSS നല്ല RSS ഈ പ്രചാരം കല്യാണം കഴിക്കില്ല, ബാക്കിയുള്ള കല്യാണം കഴിക്കും. അവർക്ക് അവരുടെ ആപ്പാടെ പ്രതീക്ഷ കുട്ടികളായിരിക്കും. കുട്ടികളെ ഭാവി തുലാസിലാടുന്ന പരിപാടിക്ക് അവർ നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അതാണ് ഇന്നലെ RSS സൂചിപ്പിച്ചൊരു കാര്യം. ഇങ്ങനെ ആശങ്കകളുണ്ട്, അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് അത് സത്യമാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് കോക്രോച്ച് പാർട്ടി എന്ന് വന്ന സമയം ഈ രാജ്യത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് അമേരിക്ക അതുപോലെ പാകിസ്ഥാൻ, ചൈനയുടെ ഒക്കെ ബാക്കിംഗ് ഉള്ള ഈ മോഡിയെ എങ്ങനെയെങ്കിലും മാറ്റുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഉദ്ധരിക്കുകയെന്നല്ല, ഈ സിസ്റ്റത്തെ മറ്റേ പഴയ സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല, അവർക്ക് മോഡീനെ മാറ്റണം.
മോഡിനെ മാറ്റി കഴിഞ്ഞാൽ ഇന്റേണലി എക്സ്റ്റേണലി അവരുടെ കാര്യം നടക്കും. അത് മോഡി എന്നത് BJP ആവും. മോഡി വായി കഴിഞ്ഞാൽ അമിത്ഷാ വാങ്ങി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ യോഗി ആദിത്യനാഥ് വരും. ഇവരൊക്കെ കടിച്ചതിനെക്കാട്ട് വലുതാണ് മാളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് BJPനെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിനുവേണ്ടി ഈ ജെന്യൂൻ ആയിട്ടുള്ള കോഴ്സിനെ ദുരുപയോഗം ചെയ്യണം. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബന്ധപ്പെട്ട റെസ്പോൺസിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയിൽ ഈ പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, അതുപോലെ പുര കത്തുമ്പോൾ വായ വെട്ട്, അങ്ങനെ ചില കലാപരികളുണ്ട്, അത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ജെന്യൂനായിട്ട് ഈ കൺസേൺ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മോഹൻലാലിൻ്റെ മോള്, അവർ ന്യൂ ജനറേഷനിൽപ്പെട്ട പെങ്കൊച്ചാണ്, മോഡേൺ സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്നത്. അവരൊന്നും ആർക്കും വിലക്ക് മേടിക്കാനും പറ്റില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മോഹൻലാലിനെക്കാട്ടും പൈസക്കാരിയാണ് സുചിത്ര, ബാലാജിയുടെ മോളാണല്ലേ. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഷീസ് ഇമ്മൻസ്ലി റിച്ച്, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ കുട്ടികളെ ജെന്യൂൻ കൺസേൺ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതാ പറയാനുള്ള അവകാശം. അതിന് അവരെ പിന്നെ ചീത്ത പറയാൻ തെറി വിളിക്കുകയും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവർ കരാട്ടെ, ഈ തായ്ച്ചി, വിയറ്റ്നാമിൽ നിന്ന് അവർ അതിൻ്റെ ഡിഗ്രിയൊക്കെ എടുത്ത സമയത്ത് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു. അന്നപ്പോൾ ചില ദേശ് മക്കൾ ഒന്ന് പോസ്റ്റ് ചെയ്ത്, എടാ ഇടി ചിമിണ്ടൻ്റെ മോളെ നിന്നെ കാണിച്ചു തരാം, നീ ഇങ്ങോട്ട് വന്ന്. ആ പറഞ്ഞ നാളുകളാണ് ഇപ്പോൾ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. അന്ന് ആ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നവരാണ് ഇപ്പോൾ കൊച്ചിനെ തെറികൾ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അത് സത്യമാണ്, ജനാധിപത്യത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നതായി. അതിനെ കുട്ടി അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കോക്കോച്ച് പാർട്ടി എന്നുള്ള സാധനത്തിന്, ആ കോക്കോച്ച് പാർട്ടീനെ കുട്ടി ഓപ്പണായി സപ്പോർട്ട് ചെയ്ത് അതിന് മെമ്പർക്കാണ് നമുക്ക് അതിനെ വിമർശിക്കാം. കാരണം അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അത് ആ കുട്ടിക്ക് കാണാൻ പറ്റിയില്ല എന്ന് മേജർ രവി പറഞ്ഞതുപോലെ. പക്ഷെ കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞതിനെ കൊച്ചിനെ അങ്ങനെ വേട്ടയാടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമാ മേഖലയിലൊക്കെ ബന്ധപ്പെട്ട പല ആളുകൾ ഇത്തരം ആ ജെന്യൂൻ കോസാണ് അവർ പറഞ്ഞത്. ആ ജെന്യൂൻ കോസ് റിയൽ, അത് RSS പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യം. മോഡി ഇന്നലെ പറഞ്ഞ യുവാക്കൾ പ്രതികരിക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനില്ലാത്ത രാജഭക്തി ഇക്കാര്യത്തിൽ നമ്മൾ കാണിക്കേണ്ടതില്ല. എന്നാൽ കോക്കോച്ച് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വേറൊരു അജണ്ടയുണ്ട്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ വേടനെയൊക്കെ എനിക്ക് സംശയം, വേടൻ പൊതുവെ വേറെ ഒരു ധാരയെ അല്ലെങ്കിൽ വേറെ സെൻസിബിലിറ്റിയെ മുന്നോട്ട് വെക്കുന്ന ഒരാളാണ്. വേടൻ്റെ ജീവിതത്തിലാണെങ്കിലും പാട്ടുകളാണെങ്കിലും നമ്മുടെ നിലവിലുള്ള ഒരു സാമൂഹ്യമായ ഈക്വലിബ്രിയത്തെ തകർത്ത് അവിടെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് വേടൻ. വേടന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഈ ഒരു വിവാദത്തിൽ ഇങ്ങനെയുള്ള ചില കോണുകൾ അടിച്ചമർത്തപ്പെട്ടവൻ വരണം. അതൊക്കെ നമ്മൾ ഓക്കെയാണ്. പക്ഷേ ഇതിൽ പറയുന്നതിന് അതിൽ നീ ആരും അല്ല, ഞാൻ നമ്പൂതിരി അല്ല, ഇവനൊക്കെ എന്തുമല്ല ചരിത്രം വന്നിട്ടാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ കേരളത്തിൽ നായന്മാരെ നമ്പൂതിരിമാരൊക്കെ അവസ്ഥ എന്താണ്? ദളിതമാരെക്കാട്ടും കഷ്ടമാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഈ പറഞ്ഞ അഭിമാനം ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റിയല്ല. ഇതൊന്നും എന്നോ എഴുതി വെച്ച കാര്യങ്ങൾ, ചോരച്ചാലുകൾ നീന്തിക്ക് NSFI വിളിച്ചോ, NSFI ആണ് ചോരച്ചാൽ ഉണ്ടാക്കുന്നത്. മറ്റേ പണ്ടായിരുന്നു, മറ്റുള്ള ചോരച്ചാൽ ഉണ്ടാക്കി ഇവർ വലിയാടാവില്ല. അതുപോലെ പാടുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സംശയത്തോടു കൂടി കാണാം. പക്ഷെ അയാൾ നേരിട്ടൊരു ആഹ്വാനം നമ്മുടെ സിസ്റ്റത്തിനെതിരെ നടത്തുന്ന ആളത്തോളം അയാളെ ഈ പറയുന്ന നമ്മൾ പിന്നെ ഈ തെറി പറയണമെന്ന് ആവശ്യമില്ല. അയാൾ പറയുന്നത് തന്നെ എടുത്ത് തന്നെ അയാൾ തിരിച്ചു കൊടുത്താൽ മതി. കാരണം അയാളെ ലൈഫിൽ തന്നെ അതിൻ്റെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ ഉള്ളത് ചില യൂട്യൂബേഴ്സ് പയ്യന്മാരാണ്. ഇവന്മാർക്ക് ഒന്നിനെ പറ്റി ധാരണ. ഇവന്മാരെ വിചാരം എന്ന് വെച്ചാൽ കേരളമാണ് ഇന്ത്യ എന്നുള്ളതാണ്. കേരളമല്ല ഇന്ത്യ. രണ്ടാമത്തെ കാര്യം, ഈ നിങ്ങളിവിടെ നിന്ന് ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഈ രാജ്യം, ഈ ഭരണഘടനയൊക്കെ ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആരോ എന്തോ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ഇസ്ലാമിസ്റ്റുകളും ചില ഇവാഞ്ചലിസ്റ്റുകളും കുറച്ച് അമേരിക്കക്കാരൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവർ മറ്റൊരൊക്കെ രഹസ്യമായിട്ടോ ഈ ജിഹാദിസ്റ്റുകളെ ഇത് ഓപ്പണായി പറയാനുള്ള മണ്ടത്തരം കാണിക്കുള്ളൂ. മറ്റൊക്കെ രഹസ്യമായിട്ട് പറയുള്ളൂ. ഇതൊക്കെ ഇത് കേട്ടിട്ട് ഇവിടെ വന്ന് ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ രാജ്യം ഉള്ളതാണ്. നീ പാകിസ്ഥാനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം നീ അപ്രത്യക്ഷനാവും. അഫ്ഗാനിസ്ഥാനിൽ ആ സമയത്ത് നീ ഭൂമാവും. സൗദി അറേബ്യയിൽ ആ സമയത്ത് നീ ജയിലോ. അത് ആദ്യം നീ മനസ്സിലാക്കണം. അതല്ലാതെ ഈ പറഞ്ഞ കളി കളിച്ചാൽ നീ എന്താണോ വിചാരിച്ചത്, ഈ കേരളത്തിൽ നിനക്ക് സ്പേസ് ഇല്ലാതോ. അതവൻ മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായി? പിന്നെ മുസ്ലിങ്ങളെ മോഡി അടിച്ചമർത്തുന്നൊക്കെ പറയുകയാണെങ്കിൽ, മോഡി വന്നതിന് ശേഷം IAS എക്സാമിനേഷൻ എത്ര മുസ്ലിംസ് ചെയ്തിട്ടുണ്ട്? എളുപ്പമല്ലേ IAS എക്സാമിനേഷൻ തട്ടിയാൽ പോരെ? UPSC വഴി മമ്മൂക്കൊക്കെ അവാർഡ് കിട്ടിയില്ല, ഷാരൂഖ് ഖാൻ കിട്ടിയില്ല, ഷാരൂഖ് ഖാൻ ഇതുവരെ കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത്, അപ്പൊ നിങ്ങൾ കുറച്ച് നിങ്ങളോട് തന്നെ സ്വയം ചോദ്യം ചോദിക്കൂ. തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തുക എന്നുള്ളതാണ്. അതിന് തിരുത്തുക മോഡി രാജിവെക്കുക എന്നുള്ളതൊന്നും അല്ല എൻ്റെ അത്. ആ തിരുത്ത്, അത് നടപടി എടുത്തില്ല നമുക്ക് അത് നോക്കാം. അടുത്ത വർഷം ഇത് ആവർത്തിക്കപ്പെട്ടാൽ അത് അരാജകത്വമാണ്, അതിൽ നമ്മൾ ആക്ട് ചെയ്യണം. പക്ഷെ അത് നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ കോക്കോച്ച് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്നെ നാളെ പിടിച്ച് നേതാവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ സിസ്റ്റത്തെ താക്കാൻ ശ്രമിക്കുന്നവനാണ്. അപ്പം നമ്മൾ ഇതിനെതിരെ ഇതിനെതിരെയോ അനുകൂലമായി പ്രതികരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാണാൻ. വെറുതെ നമ്മൾ ആളുകളെ ശത്രുപക്ഷത്തേക്കാക്കരുത്. ഇപ്പോൾ ടോവിനോ ആണെങ്കിലും
വിസ്മയാണെങ്കിൽ, ഇവരെയൊന്നും ദുൽഖറാണെങ്കിൽ, മമ്മൂക്കയാണെങ്കിൽ, ഇവരെ നമ്മൾ ശത്രുപക്ഷത്തേക്ക് എത്തേണ്ട ആവശ്യമില്ല. അവർ യൂത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, അത് നമുക്ക് എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ്, ഇൻക്ലൂഡിങ് RSS ആൻഡ് മോഡിക്കുള്ള കൺസേൺ ആണ്, ഇത് പരിഹരിക്കാന്നുള്ള. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പുരവെത്തുമ്പോൾ വായ വെട്ടാൻ നടക്കുന്ന ഈ യൂട്യൂബർമാരെയും ഇൻസ്റ്റാഗ്രാമുകാരെയും അതുപോലെ തന്നെ വേടനെ പോലുള്ള ആളുകളെയും ഒക്കെ, പിന്നെ എഞ്ചിനീയർ ഹരിദാസ് എന്താ പറയുന്നത്, എഞ്ചിനീയർ ഹരിദാസിനെ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ പേളിമാണി അവർക്കൊരു കളവ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താന്ന്, അത് അവരുടെ ഇഷ്ടമല്ലേ, നീയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബോധവും വിവരവും നമ്മൾ കാണിക്കുക, അല്ലെങ്കിൽ ഇത് കൈവിട്ടു. നമ്മൾ കണ്ടമാനം ഈ പിള്ളേരൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സഹതാപ് അവർക്ക് എപ്പോഴും അണ്ടർഡോഗിന് ഒരു പ്രിവിലേജ് ഉണ്ട്. അതാണ് ഒബാമയുടെ പ്രിവിലേജ്. അത് ആ പ്രിവിലേജ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേരല്ല രക്ഷപ്പെടുക, കോക്കോച്ച് പാർട്ടിക്കാരൻ രക്ഷപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ എന്ന് കട്ടിങ് സൗത്ത് സംഭവിച്ചു എന്നോ, എന്ന് ഇന്ത്യ ഇവാഞ്ചലൈസ് ചെയ്യപ്പെട്ടു എന്നോ, എന്ന് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായെന്നൊക്കെ ചോദിച്ചാൽ മതിയോ.